ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ ടാഗ് ഇട്ട് ഞാനിത് എങ്ങോട്ടാണെന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ നിന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്. അത് വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൻ്റെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ ലിമിറ്റഡ് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബസ് കയറി ഞാൻ എൻ്റെ നാട്ടിലെത്തി കേട്ടോ. അപ്പം അവിടെ നിന്ന് അമ്മയും ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അനിയത്തി പിന്നെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യേണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടാണ് ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛൻ അങ്ങനത്തെ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ വന്നില്ല, ഞങ്ങൾ മാത്രം പോയി. അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പോയപ്പോൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു സാറിൻ്റെ പാട്ടൊക്കെ കൂടെ വെച്ചിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ ഇത് റെഡ് എഫ് എം കാലിക്കറ്റിലുള്ള ആർജയാണ് കേട്ടോ, മനു എന്നാണ് പേര്. അപ്പം അവർ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിന് ശേഷം ഒരു സോങ്ങുമായിട്ടും എനിക്ക് തോന്നുന്നു രേഷ്മ എന്നാണ് പേര് എന്ന് തോന്നുന്നു, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റിലെ മേയർ ബീന മാം കുറച്ച് കുറച്ച് ഇൻഫോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആർജെ നേഹ, ഇവരും കുറച്ച് സംസാരിച്ചു. അതിനുശേഷം പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും ഇതുപോലെ അവാർഡ് വിന്നേഴ്സിനെയൊക്കെ സ്റ്റേജിലേക്ക് വിളിച്ച് അവർക്ക് അവാർഡ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇടിയൻ ചന്തു മൂവിയുടെ ടീംസാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അതിൽ കുറച്ച് പേരാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് സ്റ്റേജിൽ. അങ്ങനെ അവരെല്ലാവരും കൂടി വന്ന് ജസ്റ്റ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ്ങിന് ശേഷം റെഡ് എഫ് എം ആർജെ സൂരജ് എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറച്ച് സെലിബ്രിറ്റീസ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സഞ്ജന, അതുപോലെ തന്നെ അബി എന്നൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അവാർഡ്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ജസ്റ്റ് ആ ഒരു റൂമൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഡിന്നർ ഉണ്ടായിരുന്നു. ഡിന്നറും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരാണ്. അങ്ങനെ ഇത് ഞങ്ങൾ രാത്രി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതുപോലെ തന്നെ ഞാനും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു. കുറച്ച് നേരമെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ കാക്കൂരെത്തി. അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന്. അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അവിടുന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ കൂടെയും സെലിബ്രിറ്റീസിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ അതും ഞാൻ എൻ്റെ കൊട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.